മുത്തുനബിയുടെ ജന്മം മുതൽ ഈ ലോകം മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ജന്മമെടുത്തത് മുതൽ ഈ ലോകം മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇന്നും നമ്മൾ അസ്ർ നിസ്കാരം കഴിഞ്ഞ് പാടിയവരില്ലയോ? നമ്മളെന്നും പാടുന്ന മൗലിദിന്റെ വരിയിൽ ഒരു വരിയുണ്ട്, തറദ്ദാലി മൗലൂദിൽ അല്ലാഹ് അസ്ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫം മിനർ റഅബീം. മക്കയിൽ ബിംബങ്ങൾ തലകുത്തി വീണു എന്ന് നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. എന്തേ ബിംബങ്ങൾ തലകുത്തി വീഴാനുള്ള കാരണമെന്ത്? ഒരു ബിംബത്തിന്റെ ഉള്ളിൽ നിന്നാ ശബ്ദം പുറത്തേക്ക് വരികയാണ്, തറദ്ദാലി മൗലൂദ്. ഒരു കുഞ്ഞ് ജനിച്ചതിന്റെ പേരിലാണ് ഈ ബിംബങ്ങൾ തലകുത്തി വീഴുന്നത്. അല്ലാഹ് അസ്ബിനൂരിഹി, ആ കുഞ്ഞിന്റെ ജന്മത്താൽ ഈ ഭൂമുഖം മുഴുവനും പ്രകാശപൂരിതമായിരിക്കുകയാണ്. ഈ കുഞ്ഞ് ജനിച്ചതോടുകൂടി ഈ ഭൂമുഖം ആകെ പ്രകാശപൂരിതമായിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തോടുകൂടി ഈ ലോകം മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങിയെന്ത് നമ്മൾ പാടുന്ന ബൈത്തിലൂടെ നമ്മൾ കേൾക്കുന്നവരാ. തറദ്ദാലി മൗലൂദിൻ, ഇടയ്ക്കെന്താ കട്ടാവണം? തറദ്ദാലി മൗലൂദിൻ അല്ലാഹ് അസ്ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫം മിനർ റഅബീ. ആ കുഞ്ഞിന്റെ ജന്മദിനത്തോടു കൂടിയാണ്, ആ കുഞ്ഞിന്റെ പിറവിയോടുകൂടിയാണ് ഈ ലോകം മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങിയത്. സഹോദരങ്ങളെ, നമ്മുടെ ഹബീബാരാണെന്നറിയോ? ലോകത്തിന്റെ സർവമാന ആളുകളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ലൂത്ത് നബി എന്ന പ്രവാചകൻ 7 നഗരങ്ങളിലേക്ക് അല്ലാഹു നിയോഗിച്ച പ്രവാചകനാ. ലൂത്ത് നബിയെ 7 നഗരങ്ങളിലേക്ക് അല്ലാഹു നിയോഗിച്ച പ്രവാചകനാണ്. മൂസാ നബിയെ 12 പ്രദേശങ്ങളിലേക്ക് അല്ലാഹു നിയോഗിച്ച പ്രവാചകനാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിശ്ചിത സ്ഥലങ്ങളിലേക്ക് അല്ലാഹു നിയോഗിച്ച പ്രവാചകനാ. അല്ലാഹുവിന്റെ റസൂൽ എന്ന ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ മുഴുവനും പ്രവാചകനാണ്. പ്രവാചകൻ ജനിച്ചത് മക്കയാണ്. മക്കയെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഒത്ത നടുവാണ്. ആ നടുവിൽ നിന്നാണ് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പ്രകാശങ്ങൾ കടന്നുപോയത്. മക്ക ഭൂമിയുടെ നടുക്ക് ഭാഗമാണ്, അറിയില്ലേ? മക്ക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നടുഭാഗമാണ് അല്ലേ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? സംശയമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടാത്തേ? ആ ഇല്ല, ഇൻഷാ അല്ലാഹ്. ഇടയ്ക്ക് നിങ്ങൾ അനങ്ങണമെന്ന് നിങ്ങൾ ചോദിക്കണ്ടേ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാം നടുക്കാണെന്ന്. അപ്പൊ ഏതായിരുന്നാലും ഭൂമിയുടെ നടുഭാഗത്താണ് മക്ക. ആ മക്കയിലാണ് ആര് ജനിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ജനിച്ചത്. ആ നടുഭാഗത്തിൽ നിന്നാണ് പ്രകാശം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പൊട്ടിപ്പുറപ്പെട്ടത്. നടുഭാഗമാകുന്ന മക്കയിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പ്രകാശം പൊട്ടിപ്പുറപ്പെട്ടു. കേട്ടുകൊള്ളുക, ആ നബിയുടെ പ്രകാശത്തെയാണ് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചതെന്ന് നമുക്കറിയാം. അത് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തന്നെ പറഞ്ഞു തരികയാണ്. ഖദ് ജാഅക്കും മിനല്ലാഹി നൂർ വ കിതാബും മുബീൻ. ആ പ്രകാശത്തിൽ നിന്നാണ് മനുഷ്യന്റെ ജനനമുണ്ടാകുന്നത്. ആ പ്രകാശത്തിൽ നിന്നാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ പ്രകാശത്തിൽ നിന്നാണ് മനുഷ്യൻ കുടിക്കുന്നത്. ആ പ്രകാശത്തിൽ നിന്നാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ടല്ലേ ഒരു കവി പോലും പറഞ്ഞു പോയത്, ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനിയാ ഫഫീ നൂരിഹി കുല്ലു യജീഉ വയദ്ഹബു
ബിനൂരി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറ് കൊണ്ടാ. ഏത് നൂറാണ് റസൂലുള്ളാഹിന്റെ നൂറ്? പ്രവാചകന്റെ പ്രകാശം പറയാ നമ്മളെ കൊണ്ട് കഴിയൂല. ആയിഷ ബീബി പറഞ്ഞതുപോലെ റസൂലുള്ളാഹിന്റെ നൂറ് പറയാ നമ്മളെ കൊണ്ട് കഴിയൂല. അങ്ങനെയുള്ള നൂറിന്റെ ഉടമയായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് കൊണ്ടാണ് ഈ കാണുന്ന ലോകം മുഴുവനും പ്രകാശിച്ചു നിൽക്കുന്നത്. ഫഫീ നൂരിഹി, ആ നൂറിൽ നിന്നാണ് കുല്ലു യജീഉ വയദ്ഹബു, ആഗമന നിർഗമനങ്ങൾ മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, വരുന്നതും പോകുന്നതും അത് മുഴുവനും മുത്തുനബിയുടെ നൂറിൽ നിന്നാണ്. ആ നൂറിനെ കുറിച്ചാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഖദ് ജാഅക്കും മിനല്ലാഹി നൂർ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് പ്രകാശം വന്നിട്ടുണ്ട്. ഏത് പ്രകാശമാണ്? മുത്തുനബി എന്ന പ്രകാശത്തെ കുറിച്ചാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അല്ലാഹു ഖുർആനിൽ ആ നബിയെ നൂറെന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ നബിയുടെ നൂറ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല മുത്തുനബിയെ കുറിച്ച് പൂർവകാല വേദഗ്രന്ഥങ്ങളിൽ പോലും പരിചയപ്പെടുത്തിയത് എന്തെന്നറിയോ? മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ-ഇൻജീൽ, മുൻകഴിഞ്ഞു പോയ തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ടു പോയ ആ ഒരു പ്രവാചകനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് നൂറാണെന്ന് നമ്മൾ പറഞ്ഞു. ആ നൂറിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ടല്ല പറഞ്ഞത് എന്തെന്നറിയോ? ഈ പ്രവാചകനെ കുറിച്ചാണ് കാലങ്ങൾക്ക് മുമ്പേ കടന്നു വന്ന സകലമായ പ്രവാചകന്മാരും പരിചയപ്പെടുത്തി കൊടുത്തത്. ആ പ്രവാചകനെ കുറിച്ച് തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകനെ കുറിച്ച് ഇൻജീലിലും പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകൻ വരാൻ വേണ്ടി കാത്തിരുന്ന പ്രവാചകന്മാരുമുണ്ടായിരുന്നു. കേട്ടുകൊള്ളുക, റസൂലുള്ള തന്നെ പറഞ്ഞല്ലോ, അനദഅവത്തു ഇബ്രാഹീം, അനദഅവത്തു അബീ ഇബ്രാഹീം, ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എന്തേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതെന്നറിയുമോ? ഇബ്രാഹിം നബി ദുആ ചെയ്തത് വിശുദ്ധമായ കഅബാലയത്തിന്റെ നിർമ്മാണം അവസാനിക്കുകയാണ്. നമ്മൾ ദിവസവും 17 പ്രാവശ്യം തിരിഞ്ഞു നിൽക്കുന്ന പരിശുദ്ധമായ കഅബ ശരീഫില്ലയോ? ആ കഅബ ശരീഫിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. റബ്ബനാ وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. പരിശുദ്ധമായ കഅബാലയത്തിന്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. റബ്ബനാ, അല്ലാഹ്, ഏത് പ്രവാചകനാണെന്നറിയോ? ഇസ്ലു അലൈഹിം ആയാതിക, നിന്റെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ പ്രവാചകൻ, നിന്റെ വേദഗ്രന്ഥങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും പഠിപ്പിച്ചിട്ട് അവരുടെ ചാബല്യങ്ങളും മുഴുവനും മാറ്റിക്കളയാൻ പറ്റിയ ഒരു പ്രവാചകൻ അവരിലേക്ക് നീ നിയോഗിക്കണയല്ല. ആരാ ദുആ ചെയ്തേ? ഇബ്രാഹിം നബി. എപ്പോഴാ ദുആ ചെയ്തേ? കഅബയുടെ നിർമ്മാണം കഴിഞ്ഞു. ആ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രവാചകൻ വരുന്നതിന് മുമ്പേ പല പ്രവാചകന്മാരും വന്നു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാർ വരുന്നതിന് മുമ്പേ ഒരു പ്രവാചകൻ മാത്രം, ആ പ്രവാചകൻ വരുന്നതിന് മുമ്പേ പല ആളുകളും വിശ്വസിച്ചു. അതാണ് അത്ഭുതം. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ള വരുന്നതിന് മുമ്പേ നബി തങ്ങൾ വിശ്വസിച്ചു എന്നാണ്. അപ്പോൾ നമ്മുടെ നബിയുടെ പവർ എന്താ? സാധാരണ പവറാണോ? അല്ല. നബി തങ്ങൾ വന്നിട്ടില്ല. വരുന്നതിന് മുമ്പേ തന്നെ സകലമാന ആളുകളും നബി തങ്ങൾ വിശ്വസിച്ചു. അവര് കേട്ടിട്ടില്ലേ നിങ്ങൾ? അള്ളാഹുവിന്റെ റസൂല് വരുന്നതിന് മുമ്പ് 600 വർഷങ്ങൾക്ക് മുമ്പ് സാഹിബ് യാസീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹബീബുൻ നജ്ജാറു
ഹബീബുൻ നജ്ജാർ നമ്മൾ കേട്ടിട്ടുണ്ട്. യാസീൻ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ആ ഹബീബുൻ നജ്ജാറിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നവരാണ്. ഹബീബുൻ നജ്ജാർ മുത്തുനബി തങ്ങൾ വരുന്നതിന് മുമ്പേ വിശ്വസിച്ച മഹാനാണ്. റസൂലുള്ള വരുന്നതിന് 6 നൂറ്റാണ്ട് മുമ്പാണ് നബി തങ്ങൾ വിശ്വസിച്ചത്. റസൂലുള്ള വന്നിട്ടില്ല, അതിനു മുമ്പേ തുബ്ബ രാജാവ് നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. തുബ്ബ രാജാവ് 900 വർഷങ്ങൾക്ക് മുമ്പ്. റസൂലുള്ള മക്കൈ മദീനയിലേക്ക് വന്നിട്ടില്ല, പ്രവാചകൻ ജനിച്ചിട്ടില്ല. അതിനു മുമ്പേ തുബ്ബ രാജാവ് പോലും മുത്തുനബിയെ വിശ്വസിച്ചിരിക്കുകയാം. കേട്ടുകൊള്ളുക, ആരാ തുബ്ബ രാജാവെന്നറിയോ? മദീന ആക്രമിക്കാൻ വേണ്ടി തുബ്ബ രാജാവ് കടന്നു വരികയാണ്. മദീന ആക്രമിക്കാൻ തുബ്ബ രാജാവ് കടന്നു വരുമ്പോ മദീനയിലെ പുരോഹിതന്മാര് പറഞ്ഞ്, ആക്രമിക്കല്ല രാജാ, ഈ മദീന ആക്രമിക്കാൻ പറ്റിയ നാടല്ല. ഈ മദീന നിവാസികളുടെ വർത്തമാനം കേട്ടപ്പോൾ രാജാവ് അക്രമം നിർത്തുകയാണ്. അക്രമം നിർത്തിയതിന്റെ കാരണം എന്തെന്നറിയോ? മദീനക്കാർക്ക് എന്തോ ഒരു സ്നേഹമാണ്. മദീനക്കാരുടെ സ്നേഹം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത സ്നേഹത്തിന്റെ ഉടമകളാ മദീനക്കാരും. മദീനക്കാർക്ക് ഇപ്പോഴും മദീനയിൽ പോയാൽ നമുക്കറിയാം എന്തോ ഒരു സ്നേഹമാണ് അൻസാറുകൾക്ക്. അത് പാരമ്പര്യമായി അവർക്ക് കിട്ടിയ സ്നേഹമാണ്. ഈ തുബ്ബ രാജാവ് മദീന ആക്രമിക്കാൻ വരുമ്പോൾ, അക്രമം കഴിഞ്ഞിട്ട് രാത്രിയിൽ അദ്ദേഹം എവിടെയെങ്കിലും വിശ്രമിക്കാൻ പോയി കിടക്കുമ്പോൾ മദീനക്കാർ വന്ന് സ്നേഹാദരവോടെ ചോദിക്കും, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? നിങ്ങൾക്ക് കിടക്കാൻ നല്ല സൗകര്യമുണ്ടോ? ഈ ഇത്രയും വലിയ സ്നേഹത്തിന്റെ ആ ഒരു ഉടമകളെ ഇദ്ദേഹം യമനിൽ പോലും കണ്ടിട്ടില്ലെന്ന് ചരിത്രം പറയുമ്പോ, തുബ്ബ രാജാവ് യമനിൽ പോലും സ്നേഹമുള്ള ഇത്ര നല്ല ആളുകളെ കണ്ടിട്ടില്ല. അക്രമം നിർത്തിവെക്കുകയാണ്. നിർത്തിവെച്ചതിന് ശേഷം അദ്ദേഹം ചെയ്ത പണി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന് താമസിക്കാൻ 2 നിലയുള്ള ഒരു ബിൽഡിംഗ് അദ്ദേഹം അവിടെ പണിയുകയാണ്. ആരാ പണിയുന്നത്? തുബ്ബ രാജാവ്. നബി തങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല. നിബിധങ്ങൾ വരുന്നതിന് 900 വർഷങ്ങൾക്ക് മുമ്പ് തുബ്ബ രാജാവ് ബിൽഡിംഗ് പണിയുകയാണ്. എന്നിട്ട് ആ ബിൽഡിങ്ങിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഒരു വിഭാഗം ആളുകളെ വിളിച്ചിട്ട് അതിന്റെ ചാവി അവരുടെ കൈകളിലേക്ക് ഭദ്രമായി ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അവര് പറഞ്ഞു, അവസാന കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ ഇവിടെ വരാനുണ്ട്. ആ പ്രവാചകന് താമസിക്കാനുള്ള വീടാണ് ഞാൻ ഈ പണിതിരിക്കുന്നത്. ആ പ്രവാചകന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. എന്നിട്ട് തുബ്ബ രാജാവ് മനുഷ്യരുടെ കയ്യിലേക്ക് ഒരു കത്ത് കൂടി എഴുതി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് കടന്നു വന്നില്ലേ സഹോദരങ്ങളെ? ഹബീബായ പ്രവാചകൻ മദീനയിലേക്ക് കടന്നു വരുമ്പോ ആളുകളെല്ലാം നബിതങ്ങളെ സ്വീകരിക്കാൻ മദീനയിൽ കാത്തു നിൽക്കുകയാണ്. എന്റെ വീട്ടിൽ വരൂ നബിയേ, ഇന്നത്തെ രാത്രിയിൽ എന്റെ വീട്ടിലൊന്ന് കിടക്കാം ഹബീബേ, എന്റെ വീട്ടിൽ നിങ്ങൾക്കൊന്ന് വസിക്കാറുള്ള സൗകര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. വീടുകൾ മുഴുവനും അലങ്കരിച്ചിരിക്കുകയാണ്. മദീനയിലോട്ട് വരുന്ന ഹബീബിനെ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകപ്പുറത്താണ് മക്കയിൽ നിന്ന് മദീനയിലോട്ട് വരുന്നത്. എല്ലാവരും ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. മുന്നാര ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, ഈ ഒട്ടകത്തിന്റെ കടിഞ്ഞാട് നിങ്ങൾ പിടിക്കണ്ട. ഇതൊരു സാധാരണ ഒട്ടകത്തെ പോലെയല്ല, നിങ്ങളുടെ വീടുകൾ വളർത്തുന്ന ഒട്ടകത്തെ പോലെയല്ല ഈ ഒട്ടകം. ആ ഒട്ടകത്തിന് നിർദ്ദേശമുണ്ട്, ദഊഹാ ഫഇന്നഹാ മഅ്മൂറാ. അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയുകയാണ്, ഈ ഒട്ടകത്തെ നിങ്ങൾ വിട്ടുകൊള്ളുക. ഈ ഒട്ടകം എവിടെയാണ് മുട്ടുകുത്തുന്നത്, അവിടെ ഞാൻ താമസിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞ ആ സമയത്ത് അവർ ഒട്ടകത്തെ വിടുകയാണ്. ഈ ഒട്ടകം പോയി മുട്ടുകുത്തിയത് എവിടെയാണെന്നറിയോ? അന്ന് തുബ്ബ രാജാവ് പണിതു കൊടുത്ത വീടാണ്. ആ വീട്ടിൽ ആരാ താമസിക്കുന്നതെന്നറിയോ? സയ്യിദുനാ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല താമസിക്കുന്ന വീടാണ്. അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ താമസിക്കുമ്പോ തുബ്ബ രാജാവ് എഴുതി കൊടുത്ത കത്ത് അല്ലാഹുവിന്റെ റസൂലിലേക്ക് കൈമാറുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ തിരുദൂതരായ പ്രവാചകൻ എഴുതി കൊടുത്ത് കത്തിൽ തുബ്ബ രാജാവ് പറയുകയാണ്, രാജാവേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങയെ വിശ്വസിച്ചിട്ടുണ്ട് നബിയേ, അങ്ങ് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങയെ വിശ്വസിച്ചിട്ടുണ്ട് നബിയേ.
അള്ളാഹുവിന്റെ റസൂലിനൊരു കത്തെഴുതിയിട്ടാണ് രാജാവ് കൊണ്ടുപോകുന്നത്. നബിതങ്ങളുടെ കയ്യിലേക്ക് ആ കത്ത് കിട്ടുമ്പോൾ രാജാവ് പറഞ്ഞതെന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയെ, അങ്ങയെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്, പക്ഷേ ഒരു അപേക്ഷയുണ്ട്. നാളെ പരലോകത്തങ്ങ് വരുമ്പോ മറ്റാർക്കും കൊടുക്കാത്തൊരു സൗഭാഗ്യം അല്ലാഹു അങ്ങേക്ക് തരുമല്ലോ നബിയേ. ഒരു മഹത്തായ ശഫാഅത്ത് എന്ന് പറയുന്ന അനുഗ്രഹമാകുന്ന ആ സുന്ദരമായ സൗഭാഗ്യം അല്ലാഹു അങ്ങേക്ക് തരുമ്പോ ആ ശഫാഅത്തിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണേ നബിയേ. ആ കത്ത് വായിച്ചിട്ട് ആ സമയം മുതൽ ഈ സമയം വരെ കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം 9 നൂറ്റാണ്ട് പിന്നിട്ടിട്ടുണ്ട്. 900 വർഷം. എന്നാലോചിച്ച് നോക്കിയേ. തുബ്ബ രാജാവ് കത്തെഴുതി കൈമാറിയിട്ട് നബിതങ്ങൾ ആ മദീനത്ത് വന്ന് താമസിക്കുമ്പോൾ എത്ര വർഷമായിട്ടുണ്ട്? 900 വർഷമായിട്ടുണ്ട്. ആ 900 വർഷങ്ങൾക്ക് മുമ്പേ ആരാരെ വിശ്വസിച്ചു? തുബ്ബ രാജാവ് ആരെ വിശ്വസിച്ചിട്ടുണ്ട്? അള്ളാഹിന്റെ റസൂലിനെ വിശ്വസിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കി. ഒരു പ്രവാചകന്മാർക്ക് ആ ഭാഗ്യം അള്ളാഹ് കൊടുത്തിട്ടില്ല. ഒരു പ്രവാചകന്മാർക്കും കൊടുത്തിട്ടില്ല. 600 വർഷങ്ങൾക്ക് മുമ്പാണ് സ്വാഹിബിൻ നജാർ വിശ്വസിച്ചത്. 900 വർഷങ്ങൾക്ക് മുമ്പാണ് തുബ്ബ രാജാവ് വിശ്വസിച്ചിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയൻ. അങ്ങനെയുള്ള ലോകമറിഞ്ഞ പ്രവാചകൻ നമ്മുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ മുത്തുനബിയുടെ സ്നേഹം നമുക്ക് തരുമാറാകട്ടെ. ആ മുത്തുനബിയെ കൊണ്ട് വിജയിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആ മുത്തുനബിയോടൊപ്പം നാളെ പടച്ചവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ആ ഹബീബായ പ്രവാചകന്റെ കീർത്തനങ്ങൾ ലോകം മുഴുവനും ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബിന്റെ കീർത്തനങ്ങളാണ് ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നമുക്ക് കേൾക്കാനുള്ളത്. ആ കീർത്തനം നിലനിർത്താനാണ് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കിയത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹഫിളൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, ഈ വിശുദ്ധമായ ഖുർആനിനെ നമ്മൾ ഇറക്കിയല്ലോ, ഈ ഖുർആൻ ഇറക്കിയത് നമ്മളാ. വ ഇന്നാ ലഹു ലഹഫിളൂൻ. ഇതിന്റെ സംരക്ഷണവും നമ്മുടെ കൈകളിലാണ്. അല്ലാഹു ഖുർആൻ ഇറക്കിയിട്ട് ആ ഖുർആൻ മാത്രമാണോ സംരക്ഷിക്കുന്നത്? ആ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ മാത്രമാണോ സംരക്ഷിക്കുന്നത്? അല്ലാഹു ഖുർആനിനെയും അതിന്റെ വ്യാഖ്യാനങ്ങളും മുഴുവനും ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുമല്ലോ. എന്തേ കാരണമെന്നറിയോ? ആ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിലാണ് മുത്തുനബിതങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നത്. ആ വ്യാഖ്യാനങ്ങളിലാണ് ഹബീബിനെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഈ ഖുർആനിനെ നിലനിർത്തുമ്പോ അതിന്റെ വ്യാഖ്യാനങ്ങൾ അല്ലാഹു നിലനിർത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറാ. നബിയേ, അങ്ങയെ നമ്മൾ നിയോഗിച്ചത് ഷാഹിദായിട്ടാണ് നബിയേ. അങ്ങയെ നമ്മൾ നിയോഗിച്ചത് നദീറായിട്ടാണ് നബിയേ. എന്താ ഷാഹിദെന്നറിയോ? എന്താ ഷാഹിദെന്നറിയോ? നാളെ പരലോകത്ത് വിശ്വസിച്ചവർക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന പ്രവാചകരായിട്ടാണ് അങ്ങയെ നമ്മൾ നിയോഗിച്ചത്. വനദീറോ, വിശ്വസിക്കാത്തവർക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരായിട്ടാണ് അങ്ങയെ നമ്മൾ നിയോഗിച്ചത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമുബശ്ശിറൻ വനദീറാ. അതെ, നാളെ പടച്ചവന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള സുഹൃതങ്ങൾ ചെയ്തവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടാണ് അങ്ങയെ നമ്മൾ നിയോഗിച്ചിട്ടുള്ളത്. വനദീറാ, വിശ്വസിക്കാത്തവർക്ക് താക്കീതുകാരനായിട്ടാണ് അങ്ങയെ നമ്മൾ നിയോഗിച്ചിട്ടുള്ളതെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹു രണ്ടാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെന്തെന്നറിയോ? വദാഇയൻ ഇലല്ലാഹ്
അല്ലാഹുവിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആളായിട്ടാണ് നബി അങ്ങേ നമ്മൾ നിയോഗിച്ചിട്ടുള്ളത്. പ്രവാചകന്റെ പ്രബോധനം ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമല്ലോ. എങ്ങനെയാ പ്രവാചകന്റെ പ്രബോധനം നിലനിൽക്കുന്നത്? അത് പണ്ഡിതന്മാരിലൂടെയാ, അത് ഉലമായിലൂടെയാണ്. അങ്ങ് പ്രബോധകനായിട്ടാണ് അങ്ങയെ നമ്മളെ നിയോഗിച്ചതെങ്കിൽ ആ പ്രബോധനം ഖിയാമത്ത് നാൾ വരെ പടച്ചവൻ നിലനിർത്തുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞിട്ട് വസിറാജം മുനീറാ, അങ്ങ് ലോകത്ത് കത്തിജ്വലിക്കുന്ന കിടാവിളക്കാണ് നബിയേ. അങ്ങണഞ്ഞു പോകാത്ത വിളക്കാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ സന്ദേശം ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുകയല്ലയോ? റസൂലുള്ള വഫാത്തായിട്ടുണ്ട്, എന്നാലും ഹബീബിന്റെ സന്ദേശം ലോകത്ത് ഇതേവരെ അസ്തമിച്ചിട്ടില്ല. കേട്ടുകൊള്ളുക, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മെസ്സേജ് മരണശേഷവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രബോധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്തായല്ലോ. സിദ്ദീഖ് തങ്ങൾ ആരാണ്? റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനാ. അബൂബക്കറിന്റെ സമ്പത്ത് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെയും സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ല സഹാബാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മരണപ്പെട്ടിട്ട് അവിടുത്തെ പവിത്രമായ ജനാസ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അവിടെ നിന്നുകൊണ്ടാരോ വിളിച്ചു പറയുകയാണ്, അബൂബക്കരും ഫിൽ ബാബി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ അബൂബക്കറിന്റെ മയ്യത്താണ് ഈ പവിത്രമായ വാതിൽക്കൽ കൊണ്ടുവച്ചിരിക്കുന്നത് നബിയേ. അങ്ങയുടെ സമ്മതമില്ലാതെ, അങ്ങയുടെ അനുവാദമില്ലാതെ അങ്ങയുടെ ഉള്ളിലേക്ക് കയറ്റൂല നബിയേ. റസൂലുള്ളാഹിനോട് സമ്മതം ചോദിക്കുകയോ, അല്ലാഹുവിന്റെ റസൂലിനോട് സമ്മതം ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ആ ഹബീബിനെ ഹബീബിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. എപ്പോഴാ പറഞ്ഞതെന്നറിയോ? റസൂലുള്ള വഫാത്തായിട്ടാണ് പറഞ്ഞത്. റസൂലുള്ള വഫാത്തായിട്ടാ പറഞ്ഞത്. നബി തങ്ങളുടെ സന്ദേശം മരണത്തിന് ശേഷവും നടന്നുകൊണ്ടിരിക്കുകയല്ലയോ? നബി തങ്ങൾ മരിച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടില്ല. ഇതേപോലെ റബീഉൽ അവ്വലിലല്ലയോ റസൂലുള്ള വഫാത്തായത്? ഹബീബായ നബി തങ്ങൾ മരിച്ചിട്ട് ഒരുപാട് ദിവസമായില്ല. സഹാബത്തിന് ഇതിന് വേദന താങ്ങാൻ കഴിയുന്നില്ലല്ലോ. നാദരില്ലാത്ത മദീനയിൽ അവർ താമസിക്കുകയാ, നാദരില്ലാത്ത മദീനയിൽ അവർ താമസിക്കുകയാണ്. അവരുടെ മനസ്സ് തകർന്നു പോയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്തൊരു വേളയിൽ ഒരു അഅറാബി നബി തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചാരത്തോട്ട് കടന്നു വരികയാ. ഹബീബിന്റെ ഖബർ ചാരത്തേക്ക് ഒരു അഅറാബി കടന്നു വരികയാണ്. ആ മനുഷ്യൻ വന്ന് നബി തങ്ങളുടെ ഖബറിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു പടി മണ്ണ് വാരിയെടുക്കുകയാണ്. ഒരു പിടി മണ്ണ് വാരി എടുത്തിട്ടാ മനുഷ്യൻ തലയ്ക്ക് മുകളിലേക്ക് ഇടുകയാണ്. എന്നിട്ടാ മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അങ്ങ് കൊണ്ടുവന്ന വിശുദ്ധമായ ഖുർആൻ ഞങ്ങളെ ഓതി കേൾപ്പിച്ചല്ല നബിയേ. അങ്ങ് വിശ്വസിക്കാൻ പറഞ്ഞത് ഞങ്ങളെ വിശ്വസിച്ചല്ല നബിയേ. അങ്ങ് അനുസരിക്കാൻ പറഞ്ഞത് അങ്ങ് അനുസരിച്ചല്ല നബിയേ. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ഒരായത്ത് ഞങ്ങൾക്ക് ഓതി കേൾപ്പിച്ചതെന്നല്ലോ നബിയേ. ഏതായത്താണെന്നറിയോ? വലവന്നഹും ഇല്ലലമൂജഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരത്ത് ഈ അഅറാബി കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, വിശുദ്ധമായ ഖുർആൻ ഞങ്ങളിലേക്ക് ഓതി കേൾപ്പിച്ചു തന്നവരാണ്. ആ ഖുർആനിലൂടെയല്ലയോ നബിയെ ഞങ്ങൾക്ക് ഒരായത്ത് പറഞ്ഞു തന്നത്? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹു ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ.
ഹബീബായ നബി തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വന്ന് ഈ അഅറാബി വിളിച്ചു പറയുകയാണ്, വലൗ അന്നഹും ഇല്ലലമു, സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്തവര്, സ്വന്തം ശരീരങ്ങളോട് തെറ്റ് ചെയ്തവര്, ശരീരങ്ങൾ ആവശ്യപ്പെടപ്പെട്ട മുഴുവൻ തിന്മകളും ചെയ്തു കൂട്ടിയവരാരാ? ആ മനുഷ്യർ. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹു, സ്വന്തം ശരീരത്തിനോട് അക്രമം കാണിച്ചവർ, ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്, അവരങ്ങയുടെ സമീപത്ത് വന്നിട്ട് അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോ നബിയേ, അവര് പാപം ചെയ്തിട്ട് അങ്ങയുടെ ഖബറിന്റെ ചാരത്ത് വന്നവരെ മാപ്പ് ചോദിക്കുമ്പോ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, ആ സവിധത്തിൽ വെച്ച് തന്നെ റസൂലും അവർക്ക് വേണ്ടി ഒരു റെക്കമെൻഡ് ചെയ്തു പോയാൽ, അല്ലാഹുവിനോട് അങ്ങയുടെ സമക്ഷത്ത് വെച്ച് മാപ്പ് ചോദിക്കുന്നവര്, അവർക്ക് വേണ്ടി നബിയും ഒരു റെക്കമെൻഡ് പടച്ചവനോട് ചെയ്തു പോയാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു അവർക്ക് പാപം പുറത്തു കൊടുക്കുന്ന, പശ്ചാത്താപം സ്വീകരിക്കുന്നവരായി അങ്ങേക്ക് എത്തിക്കാൻ കഴിയുമെന്ന വിശുദ്ധമായ ഖുർആനിന്റെ വാക്ക് അങ്ങ് പറഞ്ഞു തന്നില്ല നബിയേ. യാ റസൂലല്ലാഹ്, ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലീ, ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് നബിയേ അങ്ങയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നബിയേ, അതുകൊണ്ട് എനിക്ക് അല്ലാഹുവിനോട് പാപമോചനം വാങ്ങിത്തരണം നബിയേ. എപ്പോഴാ പറയുന്നത്? നബി തങ്ങൾ വഫാത്തായി ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളാണ്. നബി സിറാജം മുനീർ എന്ന് വെറുതെ പറഞ്ഞതല്ല, റസൂലുള്ള കത്തിച്ചൊലിക്കുന്ന വിളക്കാണെന്ന് വെറുതെ പറഞ്ഞതല്ല. ഓ സിറാജം മുനീറാ, അങ്ങ് കത്തിജ്വലിക്കുന്ന വിളക്കാണെന്ന് പറഞ്ഞത്. വഫാത്തായിട്ടും നബി തങ്ങൾ പ്രകാശമായി നിൽക്കുകയാണ്. ആ സഹാബി നബിയോട് അപേക്ഷ പറയുകയാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് നബിയെ, അതുകൊണ്ട് എനിക്കൊന്ന് പടച്ചവരോട് പറഞ്ഞിട്ട് എൻ്റെ പാപങ്ങളൊന്ന് പുറത്തു തരാൻ വേണ്ടി ദുആരക്കുക നബിയെ. ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. എന്താ ശബ്ദമെന്നറിയോ? അൻഖദ് ഗുഫിറ ലക, അൻഖദ് ഗുഫിറ ലക, നിങ്ങളുടെ പാപങ്ങൾ നമ്മൾ പുറത്തു തന്നിരിക്കുകയാണ്. ഇതെപ്പോഴാ സംഭവം? പായസത്തിലെല്ലാം മറന്നോ? ഈ ഷുഗർ മറന്നാരും കുടിച്ചോളല്ലേ, വീട്ടിൽ പോയിട്ട് ഇൻസുലിൻ്റെ എണ്ണം കൂട്ടേണ്ടി വരും. ചിലർ പറയാം എനിക്ക് ഭയങ്കര ഷുഗറാ, പക്ഷെ ലഡു കൊടുത്താൽ പിന്നെ അവരതേ തിന്നത്തുള്ളൂ. ഷുഗറൊക്കെ എന്ത് ചെയ്യും? മറന്നു പോകും. അള്ളാഹു ഒരു രോഗം തരാതിരിക്കട്ടെ. കണ്ട ആമീൻ പോലും പറയുന്നില്ല പായസത്തിലും. എല്ലാവരും ശ്രദ്ധിക്കും ഇൻഷാ അല്ലാഹ്. നബിതങ്ങൾ വഫാത്തായിട്ടാണ് ഈ അഅറാബി ഒന്ന് പറഞ്ഞത്, ഞാൻ തെറ്റ് ചെയ്തു. നബിതങ്ങൾ ജീവിതകാലത്തും നബിതങ്ങൾ നമുക്കെന്താണ്? സിറാജം മുനീർ, കത്തിപ്രകാശിക്കുന്ന വിളക്ക്. വഫാത്തായിട്ട് നബിതങ്ങൾ വിളക്കാണ്. അത് ഇനിയും ലോകാവസാനം വരെയും കത്തിജ്വലിച്ച് നിൽക്കും. ലോകാവസാനമാകുമ്പോൾ സയ്യിദുനാ മഹ്ദി ഇമാം അഹ്ലു ബൈത്തിലെ പൊൻതാരകം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി ലോകത്തേക്ക് കടന്നു വരും. ആ സിറാജും മുനീർ ഒന്നുകൂടി ലോകത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കാൻ, അതിനെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ അഹ്ലു ബൈത്തിന്റെ പൊൻതാരകം സയ്യിദുനാ മഹ്ദി ഇമാം കടന്നു വരും. അതിനുശേഷം റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമും കടന്നു വരും. ഈസാ നബി എന്തിനാ വരുന്നത്? ഇഞ്ചിയിൽ പൊടി തട്ടിയെടുത്തിട്ട് അതിന്റെ നിയമങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാനല്ല. ഈസാ നബി വരുന്നത് മുത്ത് നബിയുടെ ശരീഅത്ത് ഒന്നുകൂടി ലോകത്തിന്റെ മുമ്പിൽ വിളംബരം ചെയ്യാൻ വേണ്ടി കടന്നു വരും. മുത്ത് ഹബീബ് ലോകത്തിന്റെ മുമ്പിൽ കെടാവിളക്കായി ലോക അവസാനം വരെയും നിലനിൽക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ